ഞാനൊരു കാര്യം പറയാം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയും എൻ്റെ ഒരു അനുമാനത്തിലും ഞാൻ പല സ്ട്രാറ്റജിക് ആയിട്ടുള്ള പല സ്പൈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്ത പലരോടും ചോദിച്ചപ്പോൾ അവരിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത് ഓപ്പറേഷൻ സിന്ദൂറും ഫാൽഗാം എന്ന് പറയുന്നത് ചൈന ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. അത് പാകിസ്ഥാനെ കൊണ്ട് അവർ ഉപയോഗിച്ചു. അങ്ങനെയാണ് ഫാൽഗാം ഉണ്ടാകുന്നത്. കാരണം ബലൂച്ചിൽ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം 60 ബില്യനാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷെ അവിടെ ബലൂച്ച് നാഷണൽ ഇഷ്യൂസും അവിടുത്തെ അതിനെ സ്പ്ലിറ്റ് ആക്കി ഒരു രാജ്യം ഉണ്ടാക്കുന്നതായിട്ട് പ്രശ്നം വെക്കുകയും ചൈന ഉദ്ദേശിച്ച രീതിയിൽ ഈ ബെൽറ്റ് റോഡും ഈ സംഭവങ്ങളൊന്നും നടക്കാത്തതിന്റെ കാരണം ബലൂച്ച് ഇഷ്യൂ ആണ്. അതേപോലെ തന്നെ പാകിസ്ഥാനിലുള്ള പാകിസ്ഥാൻ താലിബാൻ, അതിന് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്ത് പ്രോത്സാഹനം കൊടുക്കുന്നത് ഇന്ത്യൻ ഏജൻസികളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ സംഭവമാണ് നിങ്ങൾക്കറിയാം ഈ ജാഫർ എക്സ്പ്രസിന്റെ ഇഷ്യൂ. അതായത് ട്രെയിൻ വരുന്നു, പേഷവാറിൽ വെച്ച് വെടിവെപ്പുണ്ടാകും, ഇത്ര പേര് പട്ടാളക്കാർ കൊല്ലപ്പെടുന്നു. ഇതിന് പാകിസ്ഥാനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഫാൽഗാം എന്ന് പറഞ്ഞ സംഭവം. പിന്നീട് ഇന്ത്യ പ്രൊവോക്ക് ചെയ്യും, ഇന്ത്യ അടിക്കും, തിരിച്ചൊരു പ്രശ്നമുണ്ടാകും, ഇന്ത്യയുടെ റോള് താഴോട്ട് കൊണ്ടുവരിക. കാരണം ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ താപ്പോട്ടടിക്കുക ഇതിന് ചെയ്ത സംഭവമായിരുന്നു. അതിൽ ഇന്ത്യ പെട്ടുപോയി എന്നൊരു വളരെ സീനിയർ ആയിട്ടുള്ള സ്ട്രാറ്റജിക്കിലും ഡിപ്ലോമസിയിലൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓരോ അക്കം വെച്ച് പറഞ്ഞു അതിൽ പെട്ടുപോയി. ഇപ്പോഴാണ് ഇന്ത്യക്ക് കൺവിൻസ് ചെയ്ത് തെറ്റുപറ്റിപ്പോയി. കാരണം ട്രാപ്പിൽ ഇന്ത്യ വീണുപോയി. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ പറയുന്നതും കാണുന്നതൊന്നുമല്ല ഈ ലോകം. ആ ട്രാപ്പിൽ വീണതാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ പോലും ഈ അകൽച്ച ഉണ്ടാകാനുണ്ടായ കാരണം. ആ ട്രാപ്പിൽ വീണത് തന്നെയാണ് ഗ്ലോബലി, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഇമേജ് തകരാനുണ്ടായ കാരണം. ആ ട്രാപ്പിൽ വീണത് തന്നെയാണ് അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഇത്ര മോശമാകാനുണ്ടായ കാരണം. അവിടെയെല്ലാം പാകിസ്ഥാനും പാകിസ്ഥാൻ ഭയങ്കരമായിട്ട് അത് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അപ്പർ ഹാൻഡ് കിട്ടിയത് ചൈനയ്ക്കാണ്. അതിനുശേഷം ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് 200 ബില്യൻ്റെ മുകളിൽ പോയി. ട്രേഡ് അതായത് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കയറ്റുമതി കുറഞ്ഞു ചൈനയിലോട്ടത്, ചൈനയുടെ ഇങ്ങോട്ടുള്ള ഇറക്കുമതി 200 ബില്യൻ്റെ മുകളിലോട്ട് പോയി. ആരാണ് അച്ചീവ് ചെയ്തത്? ചൈനയുടെ ഉദ്ദേശം ഫലിച്ചു, പാകിസ്ഥാനെ കൊണ്ട് ജയിപ്പിച്ചു, അപ്പുറത്ത് ബംഗ്ലാദേശിനെ കൊണ്ട് ജയിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കാതെ പോയ ആൾക്കാരാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിലുള്ളവരെ